بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിൽ കുറച്ചു സമയം ഇവിടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് അവസരം നൽകിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ വളരെ സന്തോഷകരമായ ചില നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ വൈകിയ വേളയിൽ സുദീർഘമായൊരു സംസാരത്തിന് പ്രസക്തിയില്ല എന്നും നിങ്ങൾക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ നൈസാർഗിക വാസനകളെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള ചില പ്രോഗ്രാമുകൾ കേൾക്കുകയും കാണുകയും അതിലൂടെ മനസ്സ് കുളിരുകയും ചെയ്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഒരു ആയത്തിൻ്റെ പ്രസക്ത ഭാഗം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വലനബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബിലുവന്നക്കും, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വ്യത്യസ്ത തരത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയക്കും. മനുഷ്യൻ്റെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന നിരവധി പരീക്ഷണങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാണത്തിൻ്റെ ഇടയിൽ പല പരീക്ഷണങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. പല പരീക്ഷണങ്ങളും കണ്ട് പലരുടെയും മനസ്സുകൾ വേദനിക്കുന്നത് കണ്ടിട്ട് അല്ലാഹുവേ, ഇത്തരം പരീക്ഷണങ്ങളെ എൻ്റെയും എൻ്റെ കുടുംബത്തെയും അതിൽ നിന്നും കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഇതുപോലുള്ള പരീക്ഷണം കൊടുക്കരുത് റബ്ബേ എന്ന് മനസ്സ് പൊട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന തരത്തിൽ പരീക്ഷണങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ സുമ്മൽ അംസലു ഫൽ അംസൽ. പരീക്ഷണത്തിൻ്റെ മേഖലയെക്കുറിച്ച് ചിന്തിച്ചാൽ
പരീക്ഷണങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാം തയ്യാറായാൽ ഏറ്റവും കൂടുതൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷണത്തിന് വിധേയമാക്കിയ ഒന്നാമത്തെ ആളുകൾ പ്രവാചകന്മാരാണ്. മനുഷ്യ മനസ്സുകളിൽ മനുഷ്യരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നൽകി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷണം ഏർപ്പെടുത്തിയവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ പ്രവാചകന്മാരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുത്തവർ, പിന്നീട് അല്ലാഹുവുമായിട്ട് ഏറ്റവും അടുത്തവർ. വിശ്വാസരംഗത്ത് പ്രതിബദ്ധത പുലർത്തുന്ന, അല്ലാഹുവിനെ ആരാധിക്കുന്ന വിശ്വാസി സമൂഹത്തെ അല്ലാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും. നമുക്കറിയാം, ആദിമ മനുഷ്യനും ആദ്യ പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാനായ പ്രവാചകൻ മുതൽ ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരെയും അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട്, പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നേരിടേണ്ടി വന്ന ഒരു പരീക്ഷണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ആ പിതാവിൻ്റെ കൺമുമ്പിൽ വെച്ച് ആയുധമെടുത്ത് പോരാടുന്ന രംഗം, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെതിരെ ആയുധമെടുക്കുന്ന രംഗം ഒരു പിതാവ് നേർക്കുനേരെ കാണേണ്ടി വന്ന ആ പരീക്ഷണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പൊന്നുമക്കൾ ആദം ഹവ്വ ദമ്പതികളുടെ ആ ചെറിയ സൊസൈറ്റിക്കുള്ളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ പരസ്പരം ആയുധമെടുക്കാൻ, ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്താൻ തയ്യാറായ സാഹചര്യം നാം ആലോചിക്കുക. നാം ജന്മം നൽകിയ നമ്മുടെ പൊന്നുമക്കൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് ആയുധമെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സ് വല്ലാതെ വേദനിക്കുമെങ്കിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ രംഗം കാണേണ്ടി വന്നു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു ആ രംഗത്തെക്കുറിച്ച്, വതിലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ചരിത്രം പ്രവാചക അങ്ങ് ഓതിക്കേൾപ്പിക്കുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. എന്താണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താനത്തിൻ്റെ ചരിത്രം? ഇത് ഖറബ ഖുർബാനൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, അവർ രണ്ടുപേരും ഒരു നേർച്ച നേർന്നു, ഒരു കർമ്മം നിർവഹിക്കാൻ അവർ തീരുമാനിക്കുകയാണ്. ആദം നബിയുടെ ഒരു മകൻ ആട് വളർത്തി ജീവിച്ചു കൊണ്ടിരുന്ന ജീവിതമാർഗം തേടിയിരുന്ന ഒരു മകൻ, മറ്റൊരാൾ ആകട്ടെ കൃഷിക്കാരനായ മനുഷ്യൻ. ഇവർ രണ്ടുപേരും അല്ലാഹുവിന് വേണ്ടി ഒരു നേർച്ച നിറവേറ്റാൻ തയ്യാറാകുന്നു. അവർ രണ്ടുപേരും ആ കർമ്മം നിർവഹിക്കുകയാണ്. ഒരാളിൽ നിന്ന് അല്ലാഹു കർമ്മത്തെ സ്വീകരിച്ചു, മറ്റൊരാളുടെ കർമ്മം അല്ലാഹു സ്വീകരിച്ചില്ല. സ്വീകരിക്കാത്ത മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെതിരെ ആയുധമെടുക്കാൻ രംഗത്ത് വരികയാണ്. ആ മനുഷ്യൻ പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലുമടാ, നീ മുത്തഖിയായതിൻ്റെ പേരിലാണ് നിന്റെ കർമ്മം സ്വീകരിച്ചത് എങ്കിൽ നീ ഇനി ബാക്കി നിൽക്കാൻ പാടില്ല, നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. ആദം നബിയുടെ മറ്റൊരു മകൻ പറഞ്ഞു, ഖാബീൽ പറഞ്ഞു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ പേരുകൾ നമുക്ക് വിശദീകരിച്ചു തന്നു. ഖുർആൻ നോക്കിയാൽ പേര് കാണാൻ കഴിയില്ല. ഒരാൾ മറ്റൊരാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, നീ എനിക്കെതിരെ കൈകൾ നീട്ടിയാലും നിനക്കെതിരെ എൻ്റെ കൈകൾ ഉയരുകയില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഭയക്കുന്നവനാണ് ഞാൻ, പടച്ചവനെ വല്ലാതെ പേടിക്കുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഒരു കർമ്മം സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആദം നബിയുടെ മക്കളുടെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ആ വാക്ക് കേട്ടിട്ടും തൻ്റെ സഹോദരനെതിരെ മറ്റൊരാൾ ആയുധമെടുത്തു. ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്തുകയാണ്. ഹാബീൽ ഖാബീലിനെ കൊലപ്പെടുത്തി. എന്നിട്ട് മരണപ്പെട്ട് കിടക്കുന്ന ആ മയ്യത്ത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ആ ശവവും തോളിലേറ്റിക്കൊണ്ട് ആ സഹോദരൻ ചുറ്റി നടക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ രംഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജനാസ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു കാലഘട്ടം. ആ ജനാസയും പേറിക്കൊണ്ട് തോളിലേറ്റിക്കൊണ്ട് നടക്കുമ്പോൾ ഫബഅസല്ലാഹു ഗുറബ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഫബഅസല്ലാഹു ഗുറബ, ആ മനുഷ്യന്റെ മുന്നിലേക്ക് അല്ലാഹു ഒരു കാക്കയെ നിയോഗിച്ചു.
ഒരു കാക്കയെ നിയോഗിച്ചു. ഒരു കാക്ക മറ്റൊരു കാക്കയുമായിട്ട് പരസ്പരം കൊത്തുകൂടി. പരസ്പരം അവർ തമ്മിൽ കൊത്തുകൂടി. ഒരു കാക്ക മറ്റൊരാളെ കൊലപ്പെടുത്തി. ചത്തുകിടക്കുന്ന കാക്കയെ എന്ത് ചെയ്യണമെന്ന് മറ്റേ കാക്ക പഠിപ്പിക്കുകയാണ്. ആ കാക്കയുടെ ചുണ്ടുകൊണ്ട്, ആ കാക്കയുടെ ചിറക് കൊണ്ടും പൂഴിമണ്ണിൽ ഇളകിക്കിടക്കുന്ന മണ്ണുകൾ മാറ്റിയിട്ട് ചുണ്ടുകൊണ്ട് ആ കാക്കയെ വലിച്ചു കൊണ്ടുവന്നിട്ട് മണ്ണിട്ട് മൂടി ആ മയ്യത്ത്, ആ ജഡം മറവ് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നാം തിരിച്ചറിയണം. ഇത് കാണുമ്പോഴാണ് ആദം നബിയുടെ പൊന്നുമോൻ ആലോചിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ഒരു കാക്കയുടെ വിവേകം പോലും എനിക്കില്ലല്ലോ, ഒരു കാക്കയുടെ ബുദ്ധി പോലും എനിക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് തോളിൽ കിടക്കുന്ന മയ്യത്ത് നിലത്തേക്ക് വെച്ചിട്ട് കുഴി തോണ്ടിയിട്ട് മയ്യത്ത് മറമാടിയ രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട ഒരു പരീക്ഷണം ഇതായിരുന്നു. എത്രയെത്ര പരീക്ഷണങ്ങൾ പ്രവാചകന്മാർക്കുണ്ടായിട്ടുണ്ട്. സന്താനമില്ലാതെ പ്രയാസപ്പെട്ട പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയ പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിക്കാലി കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ മനമുരുകി പ്രാർത്ഥിക്കുന്ന പ്രവാചകന്മാരുടെ ചിത്രം. അതുപോലെ തന്നെ തങ്ങൾ തൗഹീദിന്റെ ആദർശ പ്രബോധന വീതിയിൽ നിലയുറപ്പിക്കുമ്പോഴും തങ്ങൾ ജന്മം നൽകിയ പൊന്നുമക്കള് അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടുന്ന, അധർമ്മത്തിൽ കഴിഞ്ഞുകൂടുന്ന രംഗത്തിന് സാക്ഷിയായ പ്രവാചകന്മാരുടെ ചിത്രം പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അന്ധകാരത്തിൽ അധാർമികതയിൽ കഴിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ടായപ്പോ മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന രംഗവും പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള പ്രവാചകന്മാർ മാസങ്ങളോളം പട്ടിണി കിടന്ന ആ പരീക്ഷണത്തിന്റെ കഥ ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശഅബ് അബി താലിബിന്റെ മലഞ്ചെരുവിൽ പച്ചവെള്ളവും പച്ചിലയും ഭക്ഷിച്ചുകൊണ്ട് മാസങ്ങളോളം പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുകൂടുകയുണ്ടായി. സഹോദരങ്ങളെ, ശാരീരിക രംഗത്ത്, മാനസിക മേഖലകളിൽ ഒക്കെയും പ്രവാചകന്മാർ പരീക്ഷണത്തിന് ഏർപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. മാത്രമല്ല, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു, വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. ശിർക്കിന്റെ വാഹകരിൽ നിന്ന് നിങ്ങൾക്ക് തുടരെയുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുന്ന സാഹചര്യമുണ്ടാകും. ആദർശരംഗത്തും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആദർശരംഗത്തും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ശാരീരിക രംഗത്തു മാത്രമല്ല, സാമ്പത്തിക രംഗത്തു മാത്രമല്ല, ആദർശരംഗത്തും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആ പരീക്ഷണങ്ങൾ അതിജയിക്കുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ സമ്പൂർണമായി തീരുന്നത്. എത്രത്തോളം പരീക്ഷിക്കപ്പെടും? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു, വസുൽസിലു ഹത്താ യഖൂല റസൂലു അലൈക്കും വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മതാ നസ്റുല്ലാഹ്. അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് ഇറങ്ങുക എന്ന് മനസ്സ് പൊട്ടിക്കൊണ്ട് ചോദിക്കുന്നത് വരെയും വിശ്വാസികളെ അല്ലാഹു നിങ്ങളുടെ ഈമാനിനെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കും. ആ തരത്തിൽ പരീക്ഷിക്കും. അം ഹസ്ബതും മൻ തദ്ഖുലുൽ ജന്ന. അവർക്ക് കഴിഞ്ഞുപോയ നിങ്ങളുടെ പൂർവികരൊക്കെയും നേരിട്ട ഈ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോയിട്ടല്ലാതെ നിങ്ങൾക്കങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ വ്യാമോഹിക്കുന്നോ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാ. പ്രവാചകന്മാരെ അഖിലവും സഹോദരങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. കടന്നുപോയ പൂർവികരെ അല്ലാഹു ആദർശരംഗത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷിച്ചിട്ടുണ്ട് ആദർശരംഗത്ത്. എത്തരത്തിൽ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള, മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള, ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്തിനെ
ആദർശരംഗത്ത് പിടിച്ചുകുലുക്കിയ രംഗം ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന പരവതാനിയിലേക്ക് മലർത്തിക്കിടത്തിയിട്ട് ശരീരത്തിന്റെ പിന്നാമ്പുറം പൊള്ളിച്ചിട്ട്, മാംസം പൊള്ളിക്കുന്നത് പോലെ ശരീരത്തിന്റെ പിന്നാമ്പുറം പൊള്ളിച്ചിട്ട് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുട്ടുപഴുത്ത് പൊള്ളിച്ചിരിക്കുന്ന ശരീരത്തിന്റെ പിന്നാമ്പുറം ഇരുമ്പിനാലുള്ള ചീർപ്പ് കൊണ്ട് വാർന്നിട്ട് ആ മാംസം മുതിർത്ത് താഴേക്ക് വീഴുന്ന സാഹചര്യം ശത്രുക്കളുണ്ടായി. പ്രവാചകമുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ചോരയൊലിക്കുന്ന പഴുപ്പൊലിക്കുന്ന ആ ശരീരവുമായിട്ട് കടന്നു വന്നു ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. ഒരു ഷർട്ടിടാൻ കഴിയാതെ ഒരു തുണി കൊണ്ട് ശരീരം പുതച്ചുകൊണ്ട് പ്രവാചകമുത്തിന്റെ അടുക്കലേക്ക് വന്നിട്ട് വിളിച്ചു പറഞ്ഞത്, അല്ലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, അല്ലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്. ഹബീബായ പ്രവാചക, ശക്തമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്ന സ്വഹാബത്താകുന്ന ഞങ്ങൾക്ക് വേണ്ടി എന്തേ പ്രവാചക അങ്ങ് പ്രാർത്ഥിക്കുന്നില്ല? ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മത്താ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ് ഇറങ്ങുക എന്ന് ചോദിച്ചുകൊണ്ട് സ്വഹാബത്ത് കടന്നു വന്നു. മഹാനായ പ്രവാചകൻ പറഞ്ഞു, സുബ്രൻ, ക്ഷമിക്കണം, സഹിക്കണം. ആദർശരംഗത്ത് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അം ഹസ്ബതും മൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾ ഈ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങാതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ചുട്ടുപഴുത്ത് പൊള്ളുന്ന മണലാരുണ്യത്തിലേക്ക് വിവസ്ത്രനാക്കി മലർത്തി കിടത്തിയിട്ട് നെഞ്ചിലേക്ക് വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചിട്ട് ബിലാലിന്റെ 2 കാലുകളും ഒട്ടകത്തിന്റെ പിൻകാലുകളിലേക്ക് കെട്ടിയിട്ട് ആ ഒട്ടകത്തെ മുന്നോട്ടാട്ടി തെളിയിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലിരിക്കുന്ന പാറക്കല്ലിന്റെ ഭാരം കൊണ്ട് ആ നെഞ്ച് താഴെ കമർന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസമൊന്ന് അയച്ചു വിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്റെ കാലുകൾ കെട്ടിയിരിക്കുന്ന ഒട്ടകം മുന്നോട്ട് നീങ്ങുമ്പോൾ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് വിളിച്ചു പറഞ്ഞത്, വിളിയടാ ലാത്ത, വിളിയടാ ഉസ്സ. അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറയുമ്പോ, ഇല്ല, ഞാൻ എന്റെ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിളിക്കുന്നവനല്ല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തൗഹീദിന്റെ സുന്ദരമായ പ്രഖ്യാപനം വിളിച്ചു പറയുമ്പോൾ ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറിന്റെ പ്രഹരം ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് അപതിച്ചു എങ്കിൽ, സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദർശരംഗത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ഈമാൻ അല്ലാഹു പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, ആദർശരംഗത്ത് പരീക്ഷണം ഉണ്ടാകുമ്പോൾ, ശാരീരിക രംഗത്തും സാമ്പത്തിക രംഗത്തും പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നയനിലപാടെന്താണ്? ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നയനിലപാടെന്താണ്? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവരുണ്ടോ, സഹിക്കുന്നവരുണ്ടോ, പൂർണ്ണമായും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അതെല്ലാം നേരിടാനുള്ള മനക്കരുത്ത് നേടുന്നവരുണ്ടോ? അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു, സഹോദരങ്ങളെ, പരീക്ഷണങ്ങളുടെ മുന്നിൽ പതറുന്ന ഈമാനിന്റെ ഉടമകളാകാൻ പാടില്ല. നമ്മുടെ ശാരീരികമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക രംഗത്ത് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, കുടുംബ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലാഹുവേ എന്തേ എന്നോടും എൻ്റെ കുടുംബത്തോടും ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമല്ല നിർഗളിക്കേണ്ടത്, മറിച്ച് പൂർണ്ണമായും അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്ന അവസ്ഥയുണ്ടാകണം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിശ്വാസി പ്രഖ്യാപിക്കും, ഞങ്ങൾ അല്ലാഹുവിന്റെ അധീനതയിലാണ്, ഞങ്ങൾ പൂർണ്ണമായിട്ടും പടച്ചവന്റെ അധീനതയിലാണ്, അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പടച്ചവനിലേക്ക് പൂർണ്ണമായും മടങ്ങാൻ സന്മനസ് കാണിക്കുന്നവരുണ്ടോ? അവർക്കാണ് വിജയമുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നേരിട്ടാൽ, ഒരു സാഹചര്യമുണ്ടായാൽ അവർക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും ലഭിക്കാനിരിക്കുന്ന ഉന്നതമായ അവസ്ഥകളെ കുറിച്ചും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ
ഒരു പ്രവാചകന്റെ ചരിത്രം നമ്മുടെ മുന്നിലേക്ക് എടുത്തു ധരിച്ചു. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വദ്കുറു അബ്ദനാ അയ്യൂബ്. ഓരോ കുടുംബ ജീവിതം നയിക്കുന്ന ഓരോ കുടുംബത്തിന്റെ നായകരും കുടുംബത്തിന്റെ അംഗങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പ്രവാചകനെ കുറിച്ച് അല്ലാഹു തആല പറയുകയാ, വിശ്വാസികളെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം നമ്മുടെ ദാസനായ അയ്യൂബിനെ കുറിച്ച്. നമ്മുടെ ദാസനായ അയ്യൂബിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണേ. ഒരു പ്രവാചകന്റെ പേര് പഠിപ്പിച്ചു. എന്തേ ആ പ്രവാചകന്റെ പ്രത്യേകത? അള്ളാഹു നിരവധി പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തി. ഭൗതിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിഅമത്തായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിഅമത്തായിട്ട് കാണുന്ന ഒന്നാണ് തനിക്ക് ആരോഗ്യമുണ്ടാകുക എന്നത്. അതൊരു നിഅമത്തായിട്ട് നാം കാണാറുണ്ട്. സന്താനമുണ്ടാകുക എന്നതൊരു നിഅമത്തായിട്ട് കാണാറുണ്ട്. അതുപോലെ സമ്പത്ത് ലഭിക്കുക എന്നതും നിഅമത്തായിട്ട് നാം കാണാറുണ്ട്. സഹോദരങ്ങളെ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇത് മൂന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തു. നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. പ്രവാചകമുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് പശുക്കളുടെ ഫാമുകളുള്ള, ആയിരക്കണക്കിന് തൊഴിലാളികൾ തന്റെ കീഴിൽ പണിയെടുത്തിരുന്ന വമ്പം മുതലാളിയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. 16 മക്കളുടെ പിതാവായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായിട്ട് പരീക്ഷണം ഏർപ്പെടുത്തി. തന്റെ സമ്പത്ത് പലതും നഷ്ടപ്പെട്ടു, ചിലത് കൊള്ളയടിക്കപ്പെട്ടു, ചിലത് ബിസിനസ്സിൽ പരാജയം അല്ലാഹു നൽകി. ദാരിദ്ര്യത്തിന്റെ കൊടും മേഖലയിലേക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂപ്പുകുത്തി. സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. ദാരിദ്ര്യത്തിന്റെ കൊടും മേഖലയിലേക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൂപ്പുകുത്തി. ആ സാഹചര്യത്തിലും അള്ളാഹുവിനെ കൈവിട്ടില്ല. അള്ളാഹുവിനെ പഴിച്ചില്ല. പടച്ച രണ്ടാമതായിട്ട് കൈവച്ചത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമക്കളെ തിരിച്ചെടുത്തുകൊണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ വേർപാട് സംഭവിക്കുമ്പോൾ അതിന്റെ ജനാസയുമായിട്ട് അതിന്റെ ജനാസ പരിപാലനത്തിന് പോയി തിരിച്ചു വരുമ്പോൾ അടുത്ത പൊന്നുമോളുടെ വേർപാട് കാണുകയാ. പൊന്നുമോളുടെ ജനാസ പരിപാലനം കഴിഞ്ഞു വരുമ്പോൾ അടുത്ത പൊന്നുമോന്റെ വേർപാട് സംഭവിക്കുകയാ. ഒന്നിന് പുറകെ ഒന്നായ പരീക്ഷണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏർപ്പെടുത്തി. അയ്യൂബ് നബിയുടെ മനസ്സ് മന്ത്രിച്ചില്ല, നാഥ എന്നോടും എൻ്റെ കുടുംബത്തോടും എന്തേ ഇങ്ങനെ എന്ന് ഒരു ചോദ്യം ഉയർന്നു വന്നില്ല. അള്ളാഹുവിലേക്ക് കേൾപ്പിച്ചു, സമാധാനിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അള്ളാഹുവിൽ പൂർണ്ണമായും അള്ളാഹുവിന്റെ അധീനതയിലാണ് എന്ന തവക്കുൽ ബോധം മുറുകെ പിടിച്ചു ആ പ്രവാചകൻ. അവസാനം അല്ലാഹു ആരോഗ്യത്തിൽ കൈവച്ചു. പടച്ച റബ്ബ് രോഗം നൽകിയ അയ്യൂബ് നബിക്ക് സാധാരണ രോഗമായിരുന്നു സഹോദരങ്ങളെ. നാട്ടുകാര് കണ്ടള്ളറയ്ക്കുന്ന വെറുക്കുന്ന തരത്തിലുള്ള ഭീകരമായ രോഗം നൽകി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷിച്ചു. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്, അയ്യൂബ് നബിയുടെ ഭാര്യയും ഭാര്യ സഹോദരനുമല്ലാത്ത ഒരാളും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് അടുത്തേക്ക് ചെന്നിട്ടില്ല, ചെല്ലാൻ കഴിയില്ല. അത്തരത്തിലുള്ള പരീക്ഷണം, ഭീകരമായ പരീക്ഷണം. ഒന്ന് കുളിക്കണമെന്ന് പറയുമ്പോൾ മറപ്പുരയുണ്ടാക്കിയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എടുത്തുകൊണ്ടുപോയി ആ മറപ്പുരയിലേക്ക് ഭാര്യ സഹോദരൻ ഇരുത്തുമ്പോൾ കുളിക്കുന്നതിന് വേണ്ടി താൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമൊന്നഴിച്ചിട്ട് തൻ്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് അയ്യൂബ് നബി ഒന്ന് നോക്കി മനമുരുകി പൊട്ടിക്കരയുന്ന അവസ്ഥയുണ്ടായി അയ്യൂബ് നബി അലൈഹിസ്സലാം. കാരണം ശരീരമാസകലം വർണ്ണാവൃതമായിരിക്കുകയാ. ചലവും പഴുപ്പും ഒഴുകുന്ന ആ ശരീരം കണ്ടിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു, വ അയ്യൂബ ഇദിൻ നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ളുർ വ അന്ത അർഹമുർ റഹീമീൻ. സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ വചനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രംഗം നമുക്ക് പറഞ്ഞു തരുന്നു. സൂറത്തു സ്വാദിന്റെ 43 മുതലുള്ള ആയത്തുകളിലും ഈ ചരിത്രം അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോ വ അയ്യൂബ ഇദിൻ നാദാ റബ്ബഹു,
ഒരു ജോത്സ്യന്റെ അടുക്കലേക്കും പോയില്ല, ഒരു മന്ത്രവാദിയെയും സമീപിച്ചില്ല, ഒരു ആൾ ദൈവത്തിന്റെ മുന്നിലേക്കും പോയില്ല, ഒരു സൃഷ്ടികളെയും വിളിച്ചു സഹായം തേടിയില്ല, ഒരു മലക്കിനോടും ഒരു ജിന്നിനോടും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹായം തേടിയില്ല. ഇതിനാദാ റബ്ബഹു, തന്റെ റബ്ബിനെ വിളിച്ചു അയ്യൂബ് നബി അലൈഹിസ്സലാം. അന്നി മസ്സനിയൽ ദുർറ് വഅന്ത അർഹമുർ റഹീമീൻ. നാഥാ, ദുരിതം ബാധിച്ചിരിക്കുന്നു, നീയാണ് കരുണാവാരുതി, നിന്നിലേക്ക് മാത്രമാണ് ഞാൻ അഭയം തേടുന്നത് എന്ന തവക്കുൽ ബോധമുള്ള അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പൂർണ്ണമായും അല്ലാഹുവിലേക്ക് സമർപ്പിച്ചു. അല്ലാഹുവിലേക്ക് സമർപ്പിച്ചപ്പോ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ അംബിയാഇന്റെ 84-ാമത്തെ വചനത്തിൽ, ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് പൂർണ്ണമായും സമർപ്പിച്ചപ്പോ ഫസ്തജബ്നാ ലഹു, അയ്യൂബിന് നാം മറുപടി കൊടുത്തു കൂട്ടരെ. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറ്, അയ്യൂബിനെ ബാധിച്ച മുഴുവൻ ദുരിതങ്ങളും നാം മാറ്റിക്കൊടുത്തു. അല്ലാഹുവിനെ വിളിച്ചപ്പോ അല്ലാഹു വിളി കേട്ടു, ദുരിതങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുത്തു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അതിന്റെ ഇരട്ടി തന്നെ, എടുത്തതിന്റെ ഇരട്ടി തന്നെ നാം കൊടുത്തു കൂട്ടരെ. സമ്പത്ത് എടുത്തതിന്റെ ഇരട്ടി കൊടുത്തു, മക്കളെ പകരം കൊടുത്തു, ആരോഗ്യം പകരം കൊടുത്തു. എന്നിട്ട് പടച്ചറബ് പറയുന്ന ഒരു വല്ലാത്ത വാക്കുണ്ട്, റഹ്മതം മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. റഹ്മതം മിൻ ഇൻദിനാ, അയ്യൂബിനോട് കാണിച്ച ഈ കാരുണ്യമുണ്ടല്ലോ, അത് നമ്മുടെ അടുക്കലുള്ള കരുണയാണ് കൂട്ടരെ, നമ്മുടെ അടുക്കലുള്ള കരുണയാണ് കൂട്ടരെ. അയ്യൂബിനോട് കാണിച്ച ഈ കാരുണ്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നമ്മുടെ അടുക്കലുള്ള കാരുണ്യമാണ്. പരീക്ഷണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കടന്നു വരുമ്പോ പടച്ചവനിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്ന വിശ്വാസികളുണ്ട് എങ്കിൽ അല്ലാഹു ഈ ലോകത്ത് തന്നെ അവരെ സഹായിക്കാൻ സന്നദ്ധരാകുന്നു. വദിക്റാ ലിൽ ആബിദീൻ, ഖിയാമത്ത് നാൾ വരെയും വരുന്ന വിശ്വാസികൾക്ക് അയ്യൂബ് നബി ഒരു പാഠമാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു. പ്രയാസങ്ങൾ ഉണ്ടാകാം, ദുരിതങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ആ സമയത്ത് അയ്യൂബ് നബി കാണിച്ചതുപോലെ അവിവേകം പ്രവർത്തിക്കാതെ, വിവേകം കൈവിടാതെ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാണോ, ഈ ലോകത്ത് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സഹായിക്കും. മാത്രമല്ല പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസീബത്ത് ബാധിച്ചാൽ ആ മുസീബത്തിന്റെ പേരിൽ ക്ഷമിക്കുന്ന ഒരു വിശ്വാസിയാണോ, അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമായിരിക്കും അല്ലാഹു നൽകുന്നത്. പ്രവാചക മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മാത്ത വലദുൽ അബ്ദ്, ഒരു അടിമയുടെ കുട്ടിയുടെ വേർപാട് സംഭവിക്കുകയാ. ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ കൺമുമ്പിൽ വെച്ച് ഒരു മകനോ മകളോ മരണപ്പെടുകയാ. ഈ റൂഹുമായിട്ട് മലക്കുൽ മൗത്ത് അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ പടച്ച റബ്ബ് ചോദിക്കും, അഖബലതും വലദ അബ്ദി, എന്റെ ഇന്ന അടിമയുടെ കുട്ടിയുടെ റൂഹിനെ നിങ്ങൾ എടുത്തോ? അല്ലാഹു ചോദിക്കും. അവർ പറയും, ബല, അതെ എടുത്തു റബ്ബേ. വീണ്ടും ചോദിക്കും, അഖബലതും സംറത ഫുആദ അബ്ദി, എന്റെ ഇന്ന അടിമയുടെ കരളിന്റെ കഷണത്തെ നിങ്ങൾ പറിച്ചെടുത്തോ? അല്ലാഹു ചോദിക്കും, എന്റെ ഇന്ന അടിമയുടെ കരളിന്റെ കഷണത്തെ നിങ്ങൾ പറിച്ചെടുത്തോ? അപ്പോഴും പറയും, ബല, അതേ ഞങ്ങൾ എടുത്തു റബ്ബേ. പിന്നീട് പടച്ചവൻ അറിയേണ്ടത് മാദാ ഖാലൽ അബ്ദ്, മാദാ ഖാലൽ അബ്ദ്. ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ കൺമുമ്പിൽ വെച്ച് ഒരു മുസീബത്ത് ബാധിക്കുമ്പോ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ വേർപാട് നേർക്കുനേരെ കാണേണ്ടി വരുമ്പോ ആ മാതാവിന്റെയും പിതാവിന്റെയും മാനസികാവസ്ഥ എന്താണ് എന്ന് അല്ലാഹുവിനറിയണം. മലക്കുകളിലൂടെ അല്ലാഹു ചോദിക്കുകയാ. അത് അറിയുന്ന റബ്ബ് മലക്കുകളിലൂടെ അറിയാൻ അല്ലാഹു ആഗ്രഹിക്കുന്നു. മാദാ ഖാലൽ അബ്ദ്, എന്റെ അടിമ ആ സമയത്ത് എങ്ങനെയാ പ്രതികരിച്ചത്? മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅക, നാഥ, നിന്നെ അവർ പഴിച്ചില്ല, നിന്നെ അവർ കുറ്റപ്പെടുത്തിയില്ല നാഥ. ഹമിദക, ഒരു മുസീബത്ത് ബാധിച്ചപ്പോ അവർ നിന്നെ സ്തുതിച്ചു. വസ്തർജഅക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പൂർണ്ണമായും അല്ലാഹുവിന്റെ അധീനതയിലാണ്, ആ അധീനതയിലാണ് എന്ന സന്ദേശം അവർ ഉറക്കെ പ്രഖ്യാപിച്ചു. നദാ മലക്കുകൾ പറയും. ആ സമയത്ത് പടച്ച റബ്ബിന്റെ മറുപടി, ഇബ്നൂലി അബ്ദി ബൈതം ഫിൽ ജന്ന. ഒരു മുസീബത്ത് ബാധിച്ചപ്പോ, ഒരു പരീക്ഷണം ഉണ്ടായപ്പോ, ആ പരീക്ഷണത്തിന്റെ മുന്നിൽ പതറുന്ന മനസ്സിന്റെ ഉടമകളാകാതെ അല്ലാഹുവിലേക്ക് സമർപ്പിച്ച എന്റെ അടിമയുണ്ടല്ലോ, ഇബ്നൂലി അബ്ദി ബൈതം ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു വീടിനെ നിങ്ങൾ നിർമ്മിക്കണം. സമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീട്ടിന് നിങ്ങൾ പേരിടണം സ്തുതിക്കപ്പെട്ടവന്റെ ഭവനം എന്ന്. സഹോദരങ്ങളെ, ഒരു മുസീബത്ത് ബാധിക്കുമ്പോൾ, ഒരു പരീക്ഷണം നേരിടുമ്പോൾ അല്ലാഹുവിലേക്ക് പൂർണ്ണമായും കീഴടങ്ങുന്ന ഒരു വിശ്വാസിക്ക് നാളെ പരലോകത്ത് അല്ലാഹു സ്വർഗത്തിൽ മണിമാളികം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു, ഓഫർ നൽകുന്നു. മാത്രമല്ല, ഞാൻ അവസാനിപ്പിക്കുന്നു, ഒരു സ്ത്രീ പ്രവാചകന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ത്രീയെ നോക്കിക്കൊണ്ട്, ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് പ്രവാചക മുത്ത് പറഞ്ഞു, ഇന്നഹാ മിൻ അഹ്ലിൽ ജന്ന, ഇന്നഹാ മിൻ അഹ്ലിൽ ജന്ന. അവള് സ്വർഗത്തിലാണ് സ്വഹാബത്തെ, അവള് സ്വർഗത്തിലാണ് സ്വഹാബത്തെ. എന്താ ആ സ്ത്രീയുടെ പ്രത്യേകത എന്നറിയുമോ? സ്വർഗം ഉറപ്പായ ഒരു പെണ്ണിന്റെ കുറിച്ച് സ്വഹാബത്തിനോട് പ്രതിപാദിച്ച ആ പെണ്ണിന്റെ പ്രത്യേകത എന്താണ് എന്നറിയുമോ? അവള് അപസ്മാര രോഗിയാ, അവള് അപസ്മാര രോഗിയാണ്. പ്രവാചകന്റെ അടുക്കലേക്ക് ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയേ, നബിയേ, ഞാൻ രോഗിയാണ്, രോഗം തന്നവൻ അല്ലാഹുവാണ്, അതിൽ എനിക്ക് സന്തോഷം മാത്രമാണുള്ളത്, അതിൽ എനിക്ക് പ്രയാസമില്ല, പടച്ചവനെ പഠിക്കാൻ ഞാൻ തയ്യാറല്ല. മറിച്ച് അപസ്മാര രോഗം ബാധിച്ചിട്ട് നിലത്തേക്ക് മറിഞ്ഞു വീഴുമ്പോ എൻ്റെ കൈകാലുകൾ ചലിക്കും, എൻ്റെ ശരീരം ചലിക്കും, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പുറത്തേക്ക് പ്രത്യക്ഷപ്പെടും, ഔറത്ത് വെളിവാകും. പലപ്പോഴും അന്യജനങ്ങൾ, അന്യപുരുഷന്മാരെന്നെ താങ്ങിയെടുക്കും. അതുകൊണ്ട് പ്രവാചക, അങ്ങൊന്ന് പ്രാർത്ഥിക്കണം, ഞാൻ നിലത്തേക്ക് മറിഞ്ഞു വീഴുമ്പോ ഔറത്ത് വെളിവാകുന്ന, എന്റെ ന്യൂനതകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് സംരക്ഷണം ലഭിക്കാൻ അല്ലാഹുവിനോട് അങ്ങൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് എന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഒരു പെണ്ണാണ് ഇന്നഹാ മിൻ അഹ്ലിൽ ജന്ന. അവൾ സ്വർഗാവകാശിയ. അതിന്റെ പേരിൽ ഒരിക്കലും പടച്ചവനെ പഴിക്കാതെ പടച്ചവൻ നൽകുന്നത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അതിന് ആ കാര്യത്തിൽ ക്ഷമയവലംബിച്ച്, സഹനം അവലംബിച്ച് മുന്നോട്ട് നീങ്ങുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പ്രവാചകമുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. എങ്കിൽ സഹോദരങ്ങളെ, പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകളാകാൻ നാം തയ്യാറാകണം. പ്രവാചകന്മാരുടെ ചരിത്രം അതാണ്, സ്വഹാബത്തിന്റെ ചരിത്രം അതാണ് നമുക്ക് നൽകുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നവരാ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാ. ഉറച്ചു നിൽക്കുക പടച്ചവന്റെ മാർഗത്തിൽ. സബ്റൻ സബ്റൻ എന്ന് പ്രവാചകമുത്ത് പറഞ്ഞതുപോലെ സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ലോകത്തും നാളെ പരലോകത്തും ഉന്നതമായ സ്ഥാനമായിരിക്കും നമുക്ക് നൽകുന്നത് എന്ന ഒരു ബോധം മാത്രമാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ അല്ലാഹു നമുക്ക് നൽകുന്നത്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ, നിങ്ങൾക്കാണ് സന്തോഷ വാർത്തയുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഉദാത്തമായ ആദർശബോധമുള്ള ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളായി മാറാൻ, ജീവിതത്തെ ക്രമീകരിക്കാൻ സഹോദരങ്ങളെ നാം തയ്യാറെടുക്കുക. നാം പ്രാർത്ഥനാ നിരതരാകുക. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി സഹോദരീ സഹോദരങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരവധി സഹോദരീ സഹോദരങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആദർശം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, തൗഹീദിൽ അംഗമായതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വളച്ചുകെട്ടില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിക്കുന്ന പ്രബോധകരെയും പ്രചാരകരെയും പണ്ഡിതന്മാരെയും കരിനിയമങ്ങൾ ചാർത്തിയിട്ട് കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ തളച്ചിടാൻ ഫാസിസ്റ്റ് ദുർഭൂതങ്ങൾ കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി, നമ്മുടെ പ്രബോധകന്മാർക്ക് വേണ്ടി. നാഥ,
പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ പതറുന്ന മനസ്സിന്റെ ഉടമകളിൽ നിന്നും ഞങ്ങളുടെ മനസ്സിനെ മാറ്റിയിട്ട് ഉറച്ചു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകളായി നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. പ്രാർത്ഥന നിരതരാകുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിക്കാൻ അല്ലാഹു നമുക്കെവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരവധി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരീ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും അറിയുന്നവൻ നീയാണല്ലോ റഹ്മാനെ. എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹുവേ കടങ്ങൾ ബാക്കിയാക്കി ഞങ്ങളെ നീ മരിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തിനെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആദർശരംഗത്ത് പരീക്ഷണങ്ങൾ നേരിടുന്നവരുണ്ട്. എം അക്ബർ സാഹിബിനെ പോലെയുള്ള, സാക്കിർ നായിക്കിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പലരും പരീക്ഷണങ്ങളെ നേരിടുന്നവരുണ്ട്. അല്ലാഹുവേ, പരീക്ഷണങ്ങളുടെ മുന്നിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകളായി അവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും അഭിവൃദ്ധി നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിവാലിദീനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ റഹീമൽ മസാകീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.